ഷാജിയേട്ടാ നമസ്കാരം. നമസ്കാരം, നമസ്കാരം. ഷാജിയേട്ടാ ഈ പയ്യന്നൂര് CPM-ന്റെ ഫണ്ട് ക്രമക്കേട് വിവാദവുമായി ബന്ധപ്പെട്ട് ആ, അതായത് ധനരാജ് കുടുംബ സഹായ കമ്മിറ്റി എന്ന പേരിൽ ആ, TI മസൂദിനും KP മധുവിന്റെയും പേരിൽ സംയുക്തമായി പയ്യന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ 3 അക്കൗണ്ടുകൾ തുടങ്ങുകയായിരുന്നു എന്ന് അവരുടെ CPM-ന്റെ ഫണ്ട് ക്രമക്കേട് വിവാദവുമായി ബന്ധപ്പെട്ട് വീഴ്ച വിശദീകരിക്കുന്ന പാർട്ടി രേഖ പുറത്തു വന്നിട്ടുണ്ട്. ആ, നേതാക്കൾ വ്യക്തിഗതമായി അക്കൗണ്ട് തുടങ്ങിയത് തെറ്റ് തന്നെയാണെന്ന് പാർട്ടി പറയുന്നു. ആ, അപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന 50 വർഷമായി പാർട്ടിയിലെ അംഗമാണ് അദ്ദേഹം. അതെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് പുറത്തു വരുന്നു. പാർട്ടിക്ക് അത് ഇപ്പോഴാണ് തിരുത്താൻ തോന്നിയത്. ആ, ഇത്തരത്തിൽ നിരവധി ക്രമക്കേടുകൾ പാർട്ടിയിലെ സഖാക്കൾ ഇപ്പൊ തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ സഹായ ഫണ്ടിലേക്ക് കാശ് വന്ന കാര്യം വിനോദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ, ഈ വിനോദ് എന്റെ കൂടെ പഠിച്ച ആളാണ്, ആ, അപ്പോൾ അദ്ദേഹം പുറത്തു പറഞ്ഞു. അപ്പോ ആ, ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് പൊതുജനങ്ങൾക്കിടയിൽ തട്ടിപ്പ് വെട്ടിപ്പ് ഒക്കെ താരതമ്യേന മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പാർട്ടി എന്നാണ് പേരുണ്ടായിരുന്നത്. അതെ, അതെ, താങ്കൾ ഒരു ഇടത് നിരീക്ഷകൻ എന്ന രീതിയിൽ പ്രത്യേകിച്ച് പയ്യന്നൂര് പോലെ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരുപാട് വേരോട്ടമുള്ള സ്ഥലത്ത് ആ, കുഞ്ഞിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു, പാർട്ടി പ്രതിരോധത്തിലാകുന്നു. ആ. ചേട്ടാ, ഈ കാര്യങ്ങള് ഈ കഴിഞ്ഞ കാലയളവിൽ ഈ പാർട്ടിക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു അപജയമാണ്. എന്താണ് ചേട്ടാ ഇതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ജയ്പാസേ, ഇത് നമ്മളിപ്പോ പിന്നെ കഴിഞ്ഞൊരു 4 നൂറ്റാണ്ട് കാലമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി അതിന്റെ ഏറ്റവും മോശമായ ഒരു ദശയിലൂടെ സഞ്ചരിച്ച് ഏതാണ്ട് ഒരു 25 വർഷം, ഈ വരുന്ന 10 വർഷക്കാലം ഈ സർക്കാർ പൂർത്തിയാവുന്നതോടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ അതിനകത്ത് 1/4 നൂറ്റാണ്ട് കാലത്തെ അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം സന്നിവേശിപ്പിച്ച ഒരു പാർട്ടിയുടെ ഒരു യഥാർത്ഥ ദുരന്ത ചിത്രമാണ് വാസ്തവത്തിൽ ഈ 2026 ഇലക്ഷനിൽ കൃത്യമായി റിവീൽ ചെയ്യപ്പെടാൻ പോകുന്നത്. അതാണ് അതിൻ്റെ അകത്തെ ഒരു പ്രാഥമികമായ ഒരു സാധനം. അതാണ് നമ്മൾ ആലോചിക്കുന്ന ഒരു സംഗതിയുടെ ഏറ്റവും പ്രധാനമായ സംഭവം എന്ന് പറഞ്ഞാല് റവല്യൂഷൻ, അതായത് വിപ്ലവം എന്ന് പറയുന്ന ഒരു സംഭവത്തെ കിനാവ് കണ്ടിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത്. അത് അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത്. അത് പിന്നീട് പുലരുമ്പോ പിന്നെ 1964 വരെ ഉണ്ടായിരിക്കുന്ന അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായി റവല്യൂഷൻ നടത്തുന്ന പുതിയൊരു വിപ്ലവ പന്ഥാവ് സ്വീകരിക്കുന്നു 1964. 68 വീണ്ടും പുലരുന്നു. അപ്പൊ ഇങ്ങനെ വരാതെ ഓരോ തരത്തിലുണ്ടാക്കുന്ന പിളർപ്പുകളിലും ഇവർ സ്വപ്നം കാണാൻ തികച്ചും കാൽപ്പനികം എന്ന് ആക്ഷേപിക്കാമെങ്കിൽ പോലും അതൊരു മനോഹരമായ ലോകത്തെ സ്വപ്നം കാണുന്ന, മനുഷ്യരുടെ സ്വപ്നങ്ങൾ പൂത്തുലയുന്ന ഒരു 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 എന്താ പറയാ മനുഷ്യ ജീവിതത്തിന്റെ കിനാവുകളെ സാക്ഷാത്കരിക്കുന്ന സംഭവമാണ്. ഇന്നിപ്പോ ആരും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പേര് പറഞ്ഞിട്ട് വിപ്ലവം നടക്കുമെന്ന് ആരും പറയില്ല. ഒരാൾ പറയില്ല. ഈ പറയുന്ന പാർട്ടി പോളിറ്റ് ബ്യൂറോന്റെ അതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന MA ബേബി പറയില്ല, മുൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയില്ല, ഇപ്പോഴത്തെ പിന്നെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദനും പറയില്ല. അതിനകത്ത് ഒരാൾ പോലും പറയില്ല. അതായത് അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ മുഴുവൻ തന്നെ ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ അതിനെ കൈയൊഴിയുകയും പകരം എന്താണെന്ന് പറഞ്ഞാൽ ഭരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാത്രമായി ഈ സാധനം ചുരുങ്ങുകയും ചെയ്തു. ഇതിന്റെ ഒരു വലിയ വിഷയം കിടക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങള് പിന്നെ ഒരു കഴിഞ്ഞ കുറച്ചു കാലത്തെ ദേശാഭിമാനി പത്രം എടുത്ത് നോക്കിയാൽ മതി. ആ ദേശാഭിമാനി പത്രത്തിനകത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ 10 വർഷക്കാലത്തെ പത്രം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മാർക്സം ലെനിനിസം എന്ന് പറഞ്ഞൊരു വാക്ക് അതിനകത്ത് ഉണ്ടാവില്ല. ഇതെന്തുകൊണ്ടാണ് അന്യമാക്കപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇതല്ല ഇതിനകത്തെ വിഷയം വികസനം എന്ന് പറയുന്ന ഒരു സംഭവം. നവകേരളം, വികസനം എന്ന് പറയാവുന്ന വളിപ്പൻ 2 വാക്കുകളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളായിട്ട് വന്നത്. ഈ വാക്കുകളെ പിന്തുടർന്നുകൊണ്ടാണ് യാതൊരു ലജ്ജയുമില്ലാതെ ഈ സംസ്ഥാന സർക്കാർ 20 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് തന്നെ ചെലവിട്ട് ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കൂടി പങ്കാളികളായി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ മെഷീനറി പ്രവർത്തിപ്പിച്ച് സർക്കാരിന്റെ നേട്ടങ്ങളെ വിലയിരുത്തുന്ന ഒരു പ്രചരണപ്പെടുന്ന നടത്തുമെന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ഇതെല്ലാം സത്യത്തിന് വേണ്ടിയാണെന്ന് കേരളത്തിന്റെ അത് എവിടെയും നടക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ വിഷയം വരുന്ന എവിടെയാന്ന് പറഞ്ഞാല് റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കാത്ത രാജ്യത്ത്, അഥവാ റവല്യൂഷൻ നടക്കുമെന്ന സംഭവം കിനാവ് പോലും കാണാൻ കഴിയാത്ത അത്രയും ദൂരത്തിലേക്ക് ഈ പാർട്ടി, അതായത് CPIM പോലുള്ള പാർട്ടി പോലും അതിനെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലത്താണ് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഇയാൾ പയ്യന്നൂരിൽ പ്രസിദ്ധം ചെയ്യുന്ന ഒരു പുസ്തകത്തിന് കോടതിയുടെ പെർമിഷനോട് കൂടി അയാൾക്ക് എന്ത് വേണ്ടി വരികയാണെന്ന് പറഞ്ഞാൽ പിന്നെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ട് വേണം ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രകാശനം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നത്.
നമ്മൾ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ പറഞ്ഞാൽ എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായ ഒരു സമൂഹ ക്രമത്തിനകത്താണ് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനകത്ത്, അതും പയ്യന്നൂർ പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അതിശക്തമായ വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ ഭൂമികയിൽ ഒരു പുസ്തകം പ്രകാശിപ്പിക്കാൻ സങ്കടപ്പെടേണ്ടി വരുന്നതിലാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. പൈസ കട്ടുതല്ല നമുക്ക് അതിലെ സെക്കൻഡറി ആയ വിഷയമാണ്, അതിൽ തികച്ചും സെക്കൻഡറി ആയ വിഷയങ്ങളാണ്. ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ ആക്ഷേപം തള്ളിക്കളയുന്നതെന്ന് പറഞ്ഞാൽ ഈ നിലനിൽക്കുന്ന ഈ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലയളവ് തൊട്ട് ഇതുവരെയുള്ള കാലയളവ് നടത്തിക്കുന്ന മുഴുവൻ തന്നെ ഗുരുതരമായും ആയ നാറുന്ന അഴിമതിയുടെ കഥകളാണ് ഇയാൾക്ക് പറയാനുള്ളത്. ഇയാൾക്കും ഇയാളുടെ കുടുംബത്തിനും അയാൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിക്കും ഉണ്ടായിത്തീർന്നത്. ഇത്തരം ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ സംസാരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് പയ്യന്നൂരിൽ ഒരു പുസ്തക പ്രകാശനം നടത്താൻ കുഞ്ഞികൃഷ്ണനെ കോടതിയെ സമീപിക്കേണ്ടി, പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് കോടതിയെ സമീപിക്കേണ്ടി വരുന്നത്? റവല്യൂഷൻ നടന്ന ഒരു രാജ്യത്താണ് എങ്കിൽ നമ്മുടെ മുമ്പിൽ സോവിയറ്റ് യൂണിയന്റെ അനുഭവങ്ങൾ നമ്മൾ നേരിട്ട അനുഭവമല്ല, നമ്മളിപ്പോ വായിച്ചറിയുകയും ഇപ്പോ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം വന്നിരിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങൾ, ലോകത്തിലെ മിക്കവാറും സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ, ചൈന പോലുള്ള രാജ്യങ്ങൾക്കകത്ത് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ എന്ന് വിളിക്കപ്പെട്ടിട്ട് നിൽക്കുന്ന 1, 2, 3 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾക്കകത്ത് പോലും ഭിന്നാഭിപ്രായങ്ങൾ, വിയോജിപ്പുകൾ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങൾ, ഈ എതിരഭിപ്രായങ്ങൾക്ക് യാതൊരു തരത്തിലുണ്ടാക്കുന്ന പരിഗണനയുമില്ലാത്ത ഒരു രാജ്യമോ സംസ്ഥാനവുമായിട്ട് മാറുകയാണ് ഇത്. ഈ മാറുന്ന അവസ്ഥ കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കോടതി ഇടപെടേണ്ടി വരുന്നു, അല്ലെങ്കിൽ എന്നിട്ട് അതുവഴി പോലീസിന്റെ സംരക്ഷണം വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ പറയുന്ന CPM എന്ന് പറഞ്ഞ കക്ഷികൾ വാസ്തവത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. മിസ്റ്റർ അയ്യപ്പദാസ് അവർ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ തീക്കട്ട അവരുടെ തലയിലേക്ക് അവർ കോരിയിടുകയാണ് ചെയ്തത്. അതാണ് തീക്കട്ട അവരുടെ തലയിലേക്ക് കോരിയിടുകയാണ് ചെയ്തത്. ഈ കോരിയിടുന്ന ഒരു അവസ്ഥയുടെ വിപുലീകൃതമായ രൂപത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നാളെ സംഘപരിവാർ തീരുമാനിക്കുകയാണ് ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ഒരുത്തന്റെ പുസ്തകവും ഇന്ത്യയിൽ പ്രകാശിപ്പിക്കേണ്ടതില്ല എന്ന്. ഒപ്പം ആരതും വേണ്ടാതിരിക്കുകയാണ് ജനാധിപത്യത്തെ പ്രതിനിധീകരിക്കുന്നവരുടെ സാധനവും പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്ന്. ആരാണ് ഈ സംഭവത്തെ പ്രതിരോധിക്കാനുള്ള ഒരു മുന്നണി പടയാളിയായി കേരളത്തിൽ ഉണ്ടാവുക? ഇതാണ് ബേസിക് ആയിരിക്കുന്ന ചോദ്യം. ബേസിക്കായ ചോദ്യം ഇതാണ്. ഈ മുന്നണി പടയാളിയായി നിൽക്കാൻ മാത്രം എന്ത് ധാർമ്മിക അവകാശമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാർട്ടി സെക്രട്ടറിക്ക് കേരളീയ പൊതുസമൂഹത്തോട് പറയാനുള്ളത്? ഇതാണ് ചോദ്യം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോ ആ പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദൻ പറയേണ്ട സാധനമുണ്ട്. ഈ മാതിരി അസംബന്ധങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പാർട്ടിയുടെ പേരിൽ ചെയ്യാൻ പാടില്ല. കുഞ്ഞികൃഷ്ണൻ പുസ്തകം പ്രകാശിപ്പിക്കട്ടെ, അത് പ്രകാശിപ്പിക്കണം എന്ന ജനാധിപത്യപരമായ അവകാശത്തിന് പാർട്ടി എന്ത് ചെയ്യണം, പാർട്ടി സംരക്ഷണം നൽകണം എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് ജനാധിപത്യം വിപുലീകരിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾ എന്താവുന്നത്, നിങ്ങൾ ജനാധിപത്യത്തിന്റെ പക്ഷം നിന്ന് സംസാരിക്കുന്നതിന്റെ ഒരു പാർട്ടിയുടെ പടയാളിയായി മാറുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആരായി മാറുകയാണ്? വലതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന, തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനവും പ്രദർശിപ്പിക്കട്ടെ. ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ 50 വർഷമായി പാർട്ടിയിൽ അംഗമാണ്. അപ്പോ ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടാകുമ്പോൾ പാർട്ടി ഫോറത്തിൽ അവതരിപ്പിക്കേണ്ടതാണ്. അപ്പൊ പാർട്ടി ഫോറത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും അതിനു വേണ്ട മറുപടി ഇവർ നൽകുകയും ഉണ്ടായില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നതാണ്. അപ്പൊ പാർട്ടി എത്ര കണ്ട് ഇതിനെ ഡിഫെൻഡ്, അതായത് എത്ര പ്രതിരോധത്തിൽ നിൽക്കുന്നോ, അത് എന്തെങ്കിലും സത്യമുണ്ടോ? കാര്യം പാർട്ടി പറയുന്നത് മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു, പാർട്ടി അദ്ദേഹത്തിന്റെ ഫോറത്തിൽ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ടും പാർട്ടി എന്തുകൊണ്ട് ഈ കളങ്കിത വ്യക്തിത്വങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു? അതൊരു ചോദ്യമല്ലേ? അല്ല, ആ ചോദ്യത്തിന്റെ സംഭവമാണ് ഞാൻ മറ്റു പല സ്ഥലത്തും പറഞ്ഞിട്ട് ഒരു ഉദാഹരണമാണ് അതിൽ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ആദ്യത്തെ ലാവ്ലിൻ കേസാണ് വെക്കട്ടെ, നമ്മളിപ്പോ ഈ രണ്ടാമത്തെ സാധനം വരുന്നതിന് മുമ്പായിട്ട് വന്നിരിക്കുന്ന സാധനമുണ്ട്. രണ്ടാമത്തെ സർക്കാർ വരുന്നതിന് മുമ്പായി വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ് എക്സാലോജി കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ, അതായത് ഞാൻ പറയുന്ന വാക്കുപയോഗിക്കാതെ കള്ളക്കപട്ട കമ്പനി, ഈ കള്ളക്കപട്ട കമ്പനി ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന അഡ്രസ് ആരുടേതാണ്? ആ അഡ്രസ് എവിടെയാന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന കമ്മിറ്റി ആഫീസ് കൂടി പ്രവർത്തിക്കുന്ന AKG സെന്ററിന്റെ പേരാണ് ഉപയോഗിച്ചത്. AK സെന്ററിന്റെ പേരാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇമാജിൻ, നിങ്ങൾ തിരുവനന്തപുരത്തുകാരനല്ലേ, നിങ്ങൾക്ക് ഭാവനയിൽ കാണാൻ പറ്റുമോ? അപ്പൊ അത്തരം ഒരു വലിയ ക്രൈം ചെയ്തിട്ട് ആ ക്രൈമിനകത്ത് നിന്നിട്ട് ഒരൊറ്റയാൾ ആ പാർട്ടിക്കകത്ത് നിന്ന് ചോദിച്ചില്ല. പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിരിക്കുന്ന ഒരൊറ്റയാൾ ചോദിച്ചില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ ഒരാൾ പോലും ഈ സാധനം ചെയ്തില്ല. ഇത് ഏത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി, ഞാൻ ഒത്തിരിയോ ചാനലിന്റെ അകത്ത് ഞാൻ പറയുമ്പോൾ ഏത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടാണ് ഇയാൾ ഇത്തരം ഒരു തീരുമാനമെടുത്തത്?
എടുത്തത് ഇത് കേരളത്തിനകത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ വിഷയം ക്യാപ്റ്റൻ അഭ്യൻസ് ആണ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ രാഷ്ട്രീയ ഇടതുപക്ഷം ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും ഗൗരവതരമായി ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയ ചോദ്യമാണിത്. എങ്ങനെയാണ് ഇയാളുടെ മകൾക്ക് ഈ കള്ളക്കമട്ട കമ്പനി ഉണ്ടാക്കാൻ AKG സെന്ററിന്റെ അഡ്രസ് ഇയാൾ കൊടുത്തത്? ഇയാളെന്ന് പാർട്ടി സെക്രട്ടറിയാണ്. ഇത് കൊടുത്തു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേരളത്തിനകത്തെ മുഴുവൻ പാർട്ടി ബന്ധുക്കളെയും മുഴുവൻ പാർട്ടി അനുഭാവികളെയും പിന്നെ അതോടൊപ്പം തന്നെ മുഴുവൻ പാർട്ടി കമ്മിറ്റികളിലെയും മുഴുവൻ പാർട്ടി മെമ്പർമാരെയും ഇയാൾ ചതിക്കുകയാണ് ചെയ്തത്. ഈ ചതിക്കെതിരെ ഒരു അക്ഷരം പോലും അതിനകത്ത് ഉയരാതിരുന്നതിന്റെ വളരെ കൃത്യമായിരിക്കുന്ന പ്രകടീകരണത്തിന്റെ വിശദീകരണമില്ല, അതിന്റെ ആവിഷ്കാരമാണ് ഈ ധൻരാജ് വധക്കേസ്, ധൻരാജ് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പിരിവ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത്. നമ്മൾ കാണേണ്ടുന്ന വിഷയം എന്താ പറഞ്ഞാൽ, മോമ്പായ പള്ളി 64 പള്ളി നമ്മളെ നാട്ടിൽ സാധാരണ ചൊല്ലുണ്ട്. ഈ മോമ്പായ പള്ളി 60 ഇത് വളയല്ല ചെയ്ത്. ഇതിന്റെ ഭാഗമായി ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ട് ഏറ്റവും വലിയ ക്രൈം എന്താണെന്ന് പറഞ്ഞാൽ, ഇതും ഞാൻ പലതവണ പല സ്ഥലത്ത് പറഞ്ഞാണ്, നിലവിലുണ്ടായിരിക്കുന്ന ഒരു ബ്രാഞ്ചിനെ ഇയാൾ വിഘടിക്കും. ബ്രാഞ്ചിനെ വിഘടിച്ച് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ ബ്രാഞ്ചിനെ 2ആക്കി മാറ്റും. ഈ 2ആക്കി മാറ്റപ്പെടുന്ന ഇതിനകത്ത് അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കും. ഇങ്ങനെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി വിഭജിക്കേണ്ടി വരും. ലോക്കൽ കമ്മിറ്റി വിഭജിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇതിനകത്ത് മെമ്പർമാരുടെ എണ്ണം കൂടുകയും വർദ്ധിക്കുകയും ചെയ്യും. ഇതിനകത്ത് കയറി വരുന്നവൻ ആര്? ഇതെല്ലാം തന്നെ കടപ്പടം കെട്ടിരിക്കുന്ന തനി അലവിലാദികളായിരിക്കുന്ന ആളുകളാണ് പാർട്ടി മെമ്പർമാരായി പാർട്ടിക്കകത്തേക്ക്. ഇതെന്തിനു വരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ വരുന്ന ചോദ്യം ആദ്യ അധ്യായം ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. പാർട്ടി എന്താണെന്നറിയാത്ത, എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് എന്നറിയാത്ത, ചരിത്രബോധമില്ലാത്ത മണ്ണുണ്ണികളെയും മന്ദബുദ്ധികളെയും ഈ പാർട്ടിയിൽ ഉണ്ടാക്കി അവരെ കൊണ്ട് ഇയാളുടെ സിൽബന്തിപ്പണിയും ദാസ്യപ്പണിയും എടുത്തിട്ട് പാർട്ടി എന്ത് ചെയ്യാണ്? പാർട്ടി ഇയാൾ ഒറ്റുകൊടുക്കുകയാണ് ചെയ്ത്. ഇതുവഴി അയാൾ നേടുന്നത് കോടികളുടെ ലാഭങ്ങളാണ്. അയാൾ ഉണ്ടാക്കി തീർക്കുന്നതോ ഒരുപടി ആളുകളുടെ ചോര വീണിരിക്കുന്ന മനുഷ്യർ വെറുതെയല്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവപ്പൊടി എന്ന് പറയുന്ന സാധനം, ചെങ്കൊടി എന്ന് പറയുന്നത്, എനിക്കിപ്പോ ഞാനിത് പറയുമ്പോൾ അത്ര വൈകാര്യമാവാനുള്ള കാരണം എന്താണെന്നറിയോ? അത് അത്രമേൽ ഹൃദയസ്പർശിയായിരിക്കുന്ന സാധനമാണ്, ഒരു കൊടിയാണത്. ഈ ഹൃദയഹാരിയായിരിക്കുന്ന സംഭവത്തെ ഇയാൾക്ക് എന്താണ്? അയാൾക്ക് അധികാരം നിലനിർത്തി എന്ത് തോന്നിയാസവും ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമായി ഇയാൾ പാർട്ടിയെ മാറ്റിയാണ്. അതുവഴി അയാൾ ചെയ്തത് എന്താണെന്ന് പറയുന്നത്, മാർക്സിനെ കഴിയൊഴിഞ്ഞിരിക്കുന്ന ഒരു പാർട്ടിയായി ഈ പാർട്ടി മാറി എന്നുള്ളതാണ്. മാർക്സിനെ കഴിയൊഴിഞ്ഞിരിക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് മിസ്റ്റർ അയ്യപ്പദാസ് അതിന് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പേരെങ്ങനെയാണ് മിസ്റ്റർ അയ്യപ്പദാസ് വരുന്നത്? സമ്പൂർണ്ണമായി മാർക്സിനെ കൈയൊഴിയാണ്. സമ്പൂർണ്ണമായും അതിപ്പോ അവസാനം ഇപ്പോഴത്തെ അത് വിശദീകരിക്കാതെ നേരമോ സമയമോ അല്ലെങ്കിൽ അത് ശരിയുമല്ല. ഇങ്ങനെ വരാവുന്ന ഒരു ചിത്രത്തിലേക്ക് ഇതിനെ മാറ്റി തീർത്തു കഴിഞ്ഞാൽ ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ: സാർവത്രികമായിരിക്കുന്ന അഴിമതിയുടെ വ്യാപനമായി തീരും. നോക്കൂ, നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി ഈ സർക്കാരിന്റെ കീഴിൽ വന്നിരിക്കുന്ന അഴിമതികളുടെ കഥകൾ എത്രയാണ് കഥകൾ? തൊട്ടടം മുഴുവൻ തന്നെ അഴിമതിയാണ്. സർക്കാരിന്റെ അഴിമതി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പാർട്ടി നടത്തുന്ന അഴിമതികൾ മറുഭാഗത്ത്. വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ പാർട്ടിയുടെ ഭാഗമായിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ മേൽ നിൽക്കുന്ന ഒരുപാട് സാമൂഹികമായ അപരാധങ്ങൾ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും സാമൂഹ്യ വിരുദ്ധമായ ഒരു സംഘടനാ രൂപമായി ഇയാൾ ഈ പാർട്ടിയെ മാറ്റി എന്നുള്ളതാണ്. ഈ പാർട്ടിയെ മാറ്റി അങ്ങനെ മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ വിഷയത്തിന്റെ മേലെയാണ് ഇയാൾ ഇവിടെ വരുന്നത്. ഇയാൾ ഈ പറയുന്ന അതായത് കുഞ്ഞികൃഷ്ണൻ ഇവിടെ പരാതി ഉന്നയിക്കുന്നത് പാർട്ടി DC-യിൽ ഈ വിഷയം ഉന്നയിക്കുന്നത്. പാർട്ടി DC-യിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോ ഉറുപ്പയ്ക്ക് കൊള്ളാതെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാജേഷ് പറഞ്ഞില്ലേ, എന്ത് വകയിലാണ് ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി? ഇവനെ പോലത്തെ അൺഫാണ്ടിയാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിന്റെ ജില്ലാ സെക്രട്ടറി ആവേണ്ടത്? എത്രയുടെ ഇവന് വയസ്സ്? ഇവൻ എന്തിന്റെ മേലെയാണ് ഇവർ ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ആളായിട്ട് മാറുന്നത്? എന്തിന്റെ മേലെയാണ്? ഒന്നാമത് ഒരു കാര്യത്തെ കുറിച്ച് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ പോലും അറിയാത്ത, അതിന്റെ ഫലം എന്താന്ന് പറയുന്നത്, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ്, മുഖ്യമന്ത്രിയുടെ ജസ്റ്റേഴ്സ്, ഇത്രമാത്രം അരോചകമായ ഒരു സാധനം പറയാൻ മാത്രം ചെറുപ്പക്കാരനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാറിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മാറി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം നല്ലത് എന്താണെന്ന് ക്ഷൗരം ചെയ്യുന്നതാണ് നല്ലത്. ഈ ക്ഷൗരം ചെയ്തവൻ വിശദീകരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തന്നെ ആർക്ക് ബോധ്യമാവില്ല. ഓന്റെ സ്വന്തം ഘടകത്തിനകത്ത് അത് ബോധ്യപ്പെടുത്താൻ ഒരു കഴിയില്ല. സ്വന്തം ഘടകത്തിനകത്ത് അയാൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. ഇത് ബോധ്യപ്പെടുത്താൻ കഴിയാത്തവനാണ് പയ്യന്നൂരിലെ പ്രബുദ്ധമായ പയ്യന്നൂരിനകത്ത് പൗരാവലിയോടും പാർട്ടി മെമ്പർമാരോടും സംസാരിക്കുന്നു. അതിന്റെ ഫലവത്താറ് ഒരൊറ്റ പാർട്ടി മെമ്പർമാർക്ക്, ഒരു സ്ഥലത്തെയും പാർട്ടി മെമ്പർമാർക്ക് ഈ പറയുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്ന സാധനം അയാൾക്ക് അത് ബോധ്യപ്പെടില്ല. ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ആ റിസൾട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് മിസ്റ്റർ അയ്യപ്പദാസ് അതിന്റെ സാമാന്യമായിരിക്കുന്ന ഒരു മറുപടിയാണ്. നിങ്ങൾ നോക്ക്. നിങ്ങളെല്ലാം തിരുവനന്തപുരത്ത് കണ്ടിരിക്കുന്ന പാർട്ടിയുടെ പഴയകാല പ്രവർത്തകന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ പ്രവർത്തകന്മാരുടെ ബോഡി ലാംഗ്വേജും
ഇപ്പൊ വന്നിരിക്കുന്ന ആളുകളുടെ ബോഡി ലാംഗ്വേജ് എന്താണ് നിങ്ങൾ ഒന്ന് മാറി എന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ നിങ്ങള്. ഇവരെല്ലാം തന്നെ ശീതീകരിച്ച മുറിക്കകത്ത് നിന്ന് ഇറങ്ങി വന്ന് നടക്കുന്ന വിപ്ലവകാരികളാണ് ഇവരല്ലോ. ഈ ശീതീകരിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന വിപ്ലവകാരികൾക്ക് എന്താ സാധനം ഉണ്ടാവുക? ശരിക്കും എന്താ സാധനം ഉണ്ടാവുക? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇപ്പം നടന്ന ജാഥകൾക്ക് മുഖ്യമന്ത്രി വരുന്ന ജാഥയുടെ ഒരു സ്വഭാവം എന്താണ്? അത് ഒരു ടൂറിസ്റ്റ് കാർണിവലിന്റെ ഭാഗമായി വരാവുന്ന ജാഥകൾ മാത്രമായി തീർന്നു. അയാൾ വരുമ്പോഴെന്താണ്? ഹൈന്ദവ ചിഹ്നങ്ങളുടെ എല്ലാ ആടയാഭരണങ്ങളോടും കൂടിയാണ് മുഖ്യമന്ത്രി വരുന്നത്. ഈ മുഖ്യമന്ത്രി പാർട്ടിയെ പ്രതികരിച്ച് മുഖ്യമന്ത്രിയായതാ. അത് സർക്കാരിനെ പ്രതികരിച്ച മുഖ്യമന്ത്രി മാത്രമല്ല അയാൾ. അല്ല, സർക്കാരിനെ പ്രതികരിച്ചല്ല, അയാൾ പാർട്ടിയെ പ്രതികരിച്ച് മുഖ്യമന്ത്രിയായതാണ്. അതുകൊണ്ട് അയാൾക്ക് മുത്തുകുടയും എന്താ പറയാ ഇമാരി വരുന്ന ആടയാഭരണങ്ങളുടെ അലങ്കാരങ്ങളെല്ലാം അവിടെ ഇതെനിക്ക് വേണ്ട എന്ന് പറയുന്നിടത്താണ് സാംസ്കാരികമായ ഒരു ചിഹ്നം അയാൾ എന്ത് ചെയ്യുന്നത്? ഒരു പുതിയ ചിഹ്നം അയാൾ പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് അവതരിപ്പിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ചെയ്തു വന്നിരിക്കുന്ന സംഭവം എന്താണ്? വളരെ കൃത്യമായിരിക്കുന്നു. ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തെ പ്രകടീകരിക്കുന്ന സംഭവങ്ങളായി സർക്കാരിന്റെ ചെലവിൽ പാർട്ടിക്ക് വേണ്ടി ഈ പറയുന്ന ഇയാൾ നടപ്പിലാക്കുകയാണ് ചെയ്തത്. എന്നിട്ടോ വരുമ്പോഴാണ് പാട്ട് വരുന്നത്. കാരണഭൂതൻ ഉളുപ്പുണ്ടോ ഇയാൾക്ക്? കാരണം ഇവിടെ ഇയാൾ പറയേണ്ട സാധനം ഈ മാതിരി സാധനം എഴുതാൻ പാടില്ല എന്ന് പറയണ്ടേ? കപ്പിത്താൻ, ഏത് കപ്പിത്താൻ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടോ കപ്പിത്താൻ? അത് പാർട്ടിയിലെ ചേട്ടാ ഇടയ്ക്കൊന്നും ഇടപെട്ടോട്ടെ. അത് പാർട്ടിയിൽ VS അച്യുതാനന്ദനെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം എതിർത്തിരുന്നു, പി ജയരാജനെ പറഞ്ഞപ്പോൾ എതിർത്തിരുന്നു. അതെ. അപ്പൊ ഇദ്ദേഹത്തിനെല്ലാം ആകാം എന്നുള്ളതാണോ? അതായത് ഇതിന്റെ വിഷയം എന്താ വെച്ചാൽ പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന ചർച്ചകൾ പാർട്ടിയിൽ ഇല്ലാതായി തീർന്നു. ചർച്ചകൾ മുഴുവൻ എവിടെയാണ്? വികസനം. ഇവിടെ വികസനം എന്ന് പറയുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റ അസംബന്ധമായ ചർച്ചയാണെന്ന്. ഈ അസംബന്ധമായി നിങ്ങൾ നോക്കൂ, ഒരു പച്ചപ്പുള്ള ഒരു കേരളത്തെ എങ്ങനെ ഇല്ലാതാക്കണമെന്നത് മാത്രമാണ് ഇയാൾ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇയാൾ ചെയ്തു വെച്ചത്. 10 വർഷക്കാലം കൊണ്ട് നോക്കൂ നിങ്ങൾ. കേരളത്തിൽ നേരത്തെ മൂന്നാർ ഓപ്പറേഷൻ നടത്തുമ്പോൾ VS ചെയ്തത് എന്താണ് ചെയ്തത്? ഇത് ഇടിച്ചു പൊളിച്ച് നശിപ്പിക്കുന്നവരെ തുരത്തുന്നതിനാവശ്യമായിരിക്കും സംവിധാനങ്ങൾ ഉണ്ടാക്കി. അമ്പടാതെയായിരുന്നല്ലോ IAS ഉദ്യോഗസ്ഥനായിരിക്കുന്ന സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയത്. ആ പോയ സമയത്തെ പൊളിക്കാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളാരാ? അതും ഈ കേരളത്തിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. അതായത് കേരളത്തിലെ പച്ചപ്പര നിലനിർത്തി ജീവശ്വാസത്തിന് ആവശ്യമായിരിക്കുന്ന ഓക്സിജൻ കേരളത്തിൽ എങ്ങനെ ലഭ്യമാക്കണമെന്ന് ആലോചിക്കുന്നതിന് പകരം ഇയാൾ ചെയ്തത് എന്താണ്? സർവ്വ സ്ഥലത്തും ഉണ്ടായിരിക്കുന്ന മരങ്ങൾ മുറിക്കുക, റോഡ് വികസിപ്പിക്കുക, കെട്ടിടങ്ങൾ നിർമ്മിക്കുക. ഇതിന്റെ ഫലം എന്താണ്? അറിയാം, കേരളം ഊഷരമായ ഒരു ഭൂമിയായി മാറാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ ഊഷരമായ ഭൂമിയായി മാറുന്ന ഒരു കേന്ദ്രത്തിന് പണം വരുന്നില്ല എന്ന് നിലവിളിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. വാസ്തവത്തിന് കേരളത്തിലെ എന്താ പറയാ പുരോഗമന രാഷ്ട്രീയത്തിന്റെ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വാസ്തവം എന്താ പറയാ ഇവരെ തെരുവിൽ തടയേണ്ടതാണ്. ഇത്ര ജനദ്രോഹപരമായ ഒരു നിലപാടെടുക്കുമ്പോ കേരളത്തിനകത്ത് കാണിക്കുന്ന ഒരു ഏതായാലും ചേട്ടാ ഞാനൊന്ന് അല്പം ഇടപെടുകയാണ്. നമുക്ക് ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് ശേഷം തുടർന്നും ഇരിക്കാം. ഈ പ്രകാശനം പാർട്ടിക്കകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ആ പുസ്തകത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ വളരെ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ഇന്നിപ്പോൾ കേൾക്കുന്ന ഒരു വർത്തമാനം MV ഗോവിന്ദൻ പറയുന്നു ഈ കണക്കെല്ലാം അവതരിപ്പിക്കും എന്നുള്ളത്. അതിന്റെ വിചിത്രത ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ആലോചിക്കുക. അതിന്റെ കണക്ക് അവതരിപ്പിക്കുന്നു പറയുന്നത് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ കാലത്രയായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനെ പോലെ പത്മകുമാറിന് നടപടിയെടുക്കുമെന്ന് ചോദിച്ചാൽ ആ നടപടിക്ക് പോലെ അപ്പോഴും പറയുന്ന സാധനം എന്താണ്? അയാൾ എടുത്തിരിക്കുന്ന സംഭവത്തിന്റെ ആണവത്തിനെയാണ് നമുക്ക് ഇപ്പോഴും അറിയില്ല. അതിനുശേഷം മാത്രമേ നമ്മൾ നടപടിയെടുക്കുന്നതാണ്. ഇതുപോലെ അസംബന്ധം ഇതൊന്നും എടുക്കാൻ കഴിയില്ല. കാരണം ടി ഐ മസൂദനെ അവിടെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ് പാർട്ടിക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് ഗോവിന്ദന് കൃത്യമായ ധാരണ ഉണ്ടാകും. പക്ഷേ ഗോവിന്ദൻ ഇത് പറയേണ്ടി വരും. ഒറ്റൊരു സാധനം കൂടി അതിനകത്ത് ഞാൻ നിങ്ങളോട് ഒരു സാധനം കൂടി പറഞ്ഞുതരാം. ഈ DYFI എന്ന് പറയുന്ന സംഘടനാ രൂപം വളരെ കൃത്യമായി കണ്ണൂരിൽ ആക്ട് ചെയ്ത് തുടങ്ങുന്ന ഘട്ടത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളായിട്ട് വന്നിരിക്കുന്ന ആളാണ് MV ഗോവിന്ദൻ. രണ്ടാമത് വന്നിരിക്കുന്ന ആളാരാന്ന് പറഞ്ഞാൽ അത് CKP പത്മനാഭൻ എന്ന് പറയുന്നത് ഇപ്പൊ 2 കിഡ്നി തകർന്നിട്ട് പാർട്ടി നടപടിയുടെ ഭാഗമായി ഈ 2 കിഡ്നി തകർന്നിട്ട് അതായത് തന്റെ മകളെ ബുദ്ധിമുട്ടിച്ച വിഷയം പാർട്ടിയിൽ പരാതി പറഞ്ഞതിന്റെ മേലെ മാനസിക സംഘർഷത്തിന്റെ ഭാഗമായാണ് ആ മനുഷ്യന്റെ 2 കിഡ്നിയും തകർന്നത്. രണ്ടാമത്തെ മനുഷ്യനാണ്. മൂന്നാമത്തെ ആളാരാന്ന് പറഞ്ഞാല് P നാരായണൻ എന്ന് പറയുന്ന CPM-ന്റെ പഴയ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരിക്കുന്ന ആളാണ്. അഞ്ചാമത്തെ ആളാരാന്ന് പറയും. അഞ്ചാമത്തെ ആളൊന്ന് ഈ കുഞ്ഞുകൃഷ്ണനാണ്. പിന്നെ 6ാമത്തെ ഏറ്റവും പ്രമുഖനായിരിക്കുന്ന ആളുടെ പിന്നീട് പാർട്ടി മാറി CMB-യിലേക്ക് പോയിരിക്കുന്ന സഖാ VK രവിയേട്ടൻ. ഈ 5 ആളുകളാണ് ഈ കണ്ണൂർ ജില്ലക്കകത്തെ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഭവത്തിന്റെ ഏറ്റവും വലിയ ജീവനാഡിയായി പ്രവർത്തിച്ചവർ. ആ ജീവനാഡിയായി പ്രവർത്തിച്ചതിനകത്ത് കമ്മിറ്റിക്കകത്ത് അറുത്ത് മുറിച്ച് കാര്യങ്ങൾ പറയുന്നതിൽ എന്നും ഷാർപ്പായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് വാസ്തവത്തിൽ ഈ കുഞ്ഞുകൃഷ്ണൻ.
ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഗോവിന്ദൻ പി നാരായണൻ പാർട്ടി സെക്രട്ടറി അത് പോട്ടെ. പക്ഷെ പി നാരായണൻ എന്ന് പറഞ്ഞ ആളങ്ങനെ മാറിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ മാറാതിരിക്കുന്ന ആൾക്കാരുടെ കൂടുതൽ അവസാനത്തെ കണ്ണിയായി വന്നിരിക്കുന്ന ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കകത്ത് ഈ വിധത്തിലൊരു കലാപം ഉണ്ടാക്കിയപ്പോ ആ കലാപത്തിന് ജനസ്വാധീനം ഉണ്ടാവാനുള്ള കാരണം അത് കുഞ്ഞികൃഷ്ണൻ പറയുന്ന വിഷയം ഗൗരവമേറിയിരിക്കുന്ന വിഷയമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കണക്ക് പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് നിങ്ങളോട് പറയേണ്ട ബാധ്യതയില്ല എന്ന് പറഞ്ഞവനാണ് ആര്? ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കെ രാജേഷ്. അത് പറയുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒന്നുകിൽ സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയെ തിരുത്തുന്നു എന്നാണ്, അതല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ചേർന്ന് മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി നാട്ടുകാരെ പറ്റിക്കുന്നു എന്നാണ് ഇതിനകത്ത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അർത്ഥം എന്നാണ് മിസ്റ്റർ അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ചേട്ടൻ പറഞ്ഞ അവസാന വാക്കാണ് ശരി, പറ്റിക്കുന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കാം, തുടർന്നും ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.